ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം 2 ദിനവൃത്താന്തം 33 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 36 അധ്യായം 16 വാക്യം. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിനു നേരെ ഉജ്ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. ഇസ്രായേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ടതും എന്നാൽ നമുക്ക് ധാരാളം പാഠങ്ങൾ നൽകുന്നതുമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യഹൂദ രാജവംശത്തിൻ്റെ പതനത്തെയും ദൈവത്തിൻ്റെ ശിക്ഷണത്തെയും ഒടുവിൽ ലഭിച്ച പ്രത്യാശയുടെ കിരണത്തെയും കുറിച്ചാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. ഈ ഭാഗത്തു നിന്നും മനുഷ്യയുടെ കടുത്ത വിഗ്രഹാരാധന മുതൽ യെരുശലേമിൻ്റെ തകർച്ച വരെയുള്ള സംഭവങ്ങളിലൂടെ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത എപ്രകാരമായിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വായനാ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, കഠിനമായ പാപവും ക്ഷമിക്കുന്ന ദൈവം. യഹൂദയിലെ ഏറ്റവും മോശമായ രാജാവായിട്ടാണ് മനശ്ശെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം വിഗ്രഹാരാധന രാജ്യത്ത് കൊണ്ടുവരുന്നു. 2 ദിനവൃത്താന്തം 33 അധ്യായത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ ബലിപീഠങ്ങൾ പണിതു. അവൻ തൻ്റെ പുത്രന്മാരെ ബെൻഹിന്നാം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു. മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു. വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു. അങ്ങനെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ള കാര്യങ്ങൾ പലതും ചെയ്ത് യഹോവയെ കോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, തൻ്റെ മക്കളെ തീയിൽ ദഹിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യ തടവിലാക്കപ്പെടുകയും ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവിടെ മാപ്പ് നൽകുന്നതായിട്ട് നാം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവൻ്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരുശലേമിൽ അവൻ്റെ രാജത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനുഷ്യയ്ക്ക് ബോധ്യമായി. പ്രിയമുള്ളവരെ, എത്ര വലിയ പാപിയെയും ദൈവം സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. നമ്മുടെയും വീഴ്ചകൾ എത്ര വലുതായാലും അതിനേക്കാൾ ശക്തമാണ് ദൈവത്തിൻ്റെ കരുണ. എന്നാൽ ദൈവത്തിൻ്റെ കരുണ എന്നത് നാം ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുവാനുള്ള അവസരമല്ല, പിന്നെയോ നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനുള്ള അവസരമായി അത് വിനിയോഗിക്കണം. രണ്ടാമതായിട്ട്, ഉപേക്ഷിക്കാത്തവനായ ദൈവം. യോശിയാവിന് ശേഷം വന്ന രാജാക്കന്മാർ എല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് കാണുന്നു. ഒടുവിൽ ദൈവകോപം ജ്വലിക്കുകയും യെരുശലേം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും യഹൂദ ജനം ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവം ശിക്ഷിച്ചാലും തൻ്റെ ജനത്തെ ഉപേക്ഷിക്കാത്തവനാണ് എന്ന് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 70 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം ദൈവം അവർക്ക് ഒരു തിരിച്ചുപോക്ക് ഇവിടെ സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്കൊരു പ്രത്യാശ സാധ്യമായി തീരുന്നു. ഈ പുസ്തകം അവസാനിക്കുന്നതും ഒരു നിരാശയിലല്ല, പിന്നെയോ വലിയ പ്രത്യാശയിലാണ്. ആലയം പുതുക്കി പണിയുവാനുള്ള ആഹ്വാനവും ഇവിടെ ദൈവം നൽകുന്നു. അങ്ങനെ നാമും ദൈവത്തോട് ചേർന്നിരുന്നാൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നാം തകർന്നു പോകും എന്ന് ഇന്നത്തെ വായനാഭാഗം നമ്മോട് പറയുന്നു. അതിനാൽ ക്ഷമിക്കുന്ന ദൈവത്തിലേക്ക്, ഉപേക്ഷിക്കാത്തവനായ ദൈവത്തിങ്കിലേക്ക് നമുക്കും അടുത്തു വരാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ കഠിനമായ പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കുന്ന ദൈവമാകുന്നു എന്ന് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ ഇടയാക്കിയല്ലോ. അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കാത്തവനാണ് എന്ന് ഒരു വട്ടം കൂടെ കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയോട് ചേർന്ന് അനുഗ്രഹപൂർണമായി ഈ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.